പച്ചക്കറിയൊക്കെ വിളവെടുക്കുമ്പോൾ രാവിലെ പരമാവധി നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൂ അത് കടയിലെത്തിച്ച് അവർക്കത് പെട്ടെന്ന് വിറ്റ് പോകാനും അതുപോലെ തന്നെ നമുക്കും വെയിലാവുന്നതിന് മുന്നേ നമ്മളെ പണികളൊക്കെ തീർത്ത് കൂട്ടി പോകാനും പറ്റുള്ളൂ. ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തോട്ടത്തിൽ കുറച്ച് നേരത്തെ എത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഈ പയർ പറിച്ച് കടയിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് കുറച്ചും കൂടി പയർ കുറച്ച് ഏരിയയിൽ നട്ടുപിടിപ്പിക്കാനുണ്ട്. വിത്ത് കുത്തിയിട്ട് പിടിപ്പിക്കാനുണ്ട്. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ റിസൾട്ട് ഈ കുറ്റിപ്പയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ ഏരിയ പയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ വന്നിട്ട് ഇങ്ങനെ വിളവെടുക്കുമ്പോഴേ അതൊരു ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ. വെണ്ടക്ക ഇന്നലെ അറുത്തു. ഇന്നലെ പയറിറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് പയററിയില്ല. കുറച്ച് ചീരയുണ്ട്, ഞാൻ കാണിച്ചൊരു വീഡിയോയിൽ. ഇത് ബ്ലാത്താങ്കര ചീരയാണ്, നല്ല റെഡ് കളർ ചീര. ഈ വിത്ത് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ വിളവ് തരുന്നുണ്ട്. ഇന്നത്തെ പയർ വിളവെടുപ്പ് ഏകദേശം കഴിയാറായി. ഇനി ഇത് നേരെ കടയിൽ എത്തിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. കുറച്ച് പയറും കൂടി നമുക്ക് കുറച്ച് ഏരിയ നടാനുണ്ട്. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക് ഏകദേശം ഒരു പകുതി ഉയരമൊക്കെ ആയി തുടങ്ങി. ഇതുണ്ടോ, ഇത്ര ഉയരമായി, ഏകദേശം ഒരു ലെവലായി. ഇനിയിപ്പോൾ എങ്ങനെ അതിലൊരു 10-15 അറിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കായ് മാറൽ തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഗ്യാപ്പുകൾ വരുന്നുണ്ടല്ലോ, ഇതുണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇതൊക്കെ വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗ്യാപ്പുകളാണ്. ഈ ഗ്യാപ്പുകളിലൊക്കെ എന്ത് ചെയ്യണം, ആ ഹോളുകളൊക്കെ ഓരോ പയറിൻ്റെ ഒത്ത് കുത്തിയിടും, കുറ്റിപ്പയറിൻ്റെ ഒത്ത്. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടക്കായ് മാറി തുടങ്ങുമ്പോഴത്തേന് ഈ പയർ ഈ വെണ്ടയിലൊക്കെ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടേ പയറും ഏകദേശം അപ്പത്തിന് കായ്ച്ച് തുടങ്ങേണ്ട രൂപത്തിൽ ചെയ്യും. ആ ഒരു രൂപത്തിലാണ് ഞാൻ ചെയ്യണത്. ചീര പിന്നെ കടയിൽ കൊടുക്കാനുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല പച്ചക്കറി കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ആവറേജ് ഈ ഒരു സൈസ് വെക്കും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും നല്ല പച്ചപ്പുള്ള നല്ല കളറുമാണ് കേട്ടോ. ഈ വേണ്ട കടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് കണ്ടെത്തി തന്നെ വാങ്ങിക്കാൻ തോന്നും. അങ്ങനത്തെ നല്ല ഗ്രീൻ കളറുള്ള നല്ല അടിപൊളി വേണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു ആവറേജ് സൈസ്. ഇതിൽ കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ ഇത് മൂപ്പ് വരെ തുടങ്ങും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.